നമസ്കാരം. നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്നവരാണ്, അല്ലേ? പക്ഷേ ഈ തിരക്കിനിടയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ തിരി അണഞ്ഞുപോവാറുണ്ടോ? എണ്ണയില്ലാതെ വരണ്ടുണങ്ങിയ ഒരു ദീപം പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നമുക്കിതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. ഈ കാണുന്ന ചിത്രങ്ങളിലേക്കൊന്ന് നോക്കിയേ. ഇതിലെവിടെയെങ്കിലും നിങ്ങളെ കാണുന്നുണ്ടോ? കുടുംബം, ജോലി, കൂട്ടുകാർ, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ നിങ്ങൾ നിങ്ങൾക്കായി ഒരു നിമിഷം മാറ്റിവെക്കാൻ മറന്നുപോകാറുണ്ടോ? ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളൊറ്റയ്ക്കല്ല. ഇതൊരുപാട് പേരുടെ കഥയാണ്. നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്: സേവനത്തിന്റെ ശൂന്യത. നമ്മൾ ചെയ്യുന്ന നിസ്വാർത്ഥമായ സഹായത്തിന് പിന്നിൽ നമുക്ക് ശരിക്കും എന്താണ് നഷ്ടപ്പെടുന്നത്? നമ്മൾ നമ്മളെ തന്നെ മറന്നുപോകുന്നതിന്റെ അപകടം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് വിവേകിന്റെ കഥയാണ്. തന്റെ കമ്പനിയിലെ സൂപ്പർ സ്റ്റാർ മാനേജർ. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും പറയും, എന്തൊരു ജീവിതം. പക്ഷേ ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ തീർത്തും ശൂന്യമായിരുന്നു. കാരണം അവന്റെ ഡയറിയിലെ ഓരോ പേജിലും മറ്റുള്ളവരുടെ കാര്യങ്ങൾക്കാണ് സ്ഥലമുണ്ടായിരുന്നത്. വിവേകിനായി ഒരു വരി പോലും ബാക്കിയുണ്ടായിരുന്നില്ല. ഈയൊരു പോയിന്റ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്നത് സേവനമാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ അതല്ല. മറ്റുള്ളവരെ സഹായിച്ച് സ്വയം ഇല്ലാതാവുന്ന ഈ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആത്മവിസ്മൃതി. എന്നുവെച്ചാൽ സ്വയം മറന്നുപോകുന്ന അവസ്ഥ. എണ്ണയില്ലാതൊരു വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് ആരെയാണ് പറ്റിക്കുന്നത്? ലോകത്തെയല്ല, അത് കത്തിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളെ തന്നെയാണ്. വെളിച്ചം കൊടുക്കാൻ പറ്റില്ലാന്ന് മാത്രമല്ല, നമ്മുടെ ആ ശ്രമം തന്നെ വെറുതെയാവുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും സമ്പത്ത് എന്ന് പറഞ്ഞാൽ ബാങ്കിലുള്ള പണമാണെന്ന്. എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽമുടക്ക്, നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം, അത് നിങ്ങളുടെ മാനസിക ഊർജ്ജമാണ്. ആ എനർജി തീർന്നുപോയാൽ പിന്നെ കോടികളുണ്ടായിട്ട് എന്ത് കാര്യം, അല്ലേ? അങ്ങനെയിരിക്കെയാണ് വിവേകിന്റെ ജീവിതത്തിൽ ആ വഴിത്തിരിവുണ്ടാകുന്നത്. ഒരു ദിവസം വൈകുന്നേരം ഒരു ജ്ഞാനി അവന് എണ്ണയില്ലാത്ത ഉണങ്ങിയൊരു വിളക്ക് കാണിച്ചു കൊടുത്തു. എന്നിട്ട് വളരെ ലളിതമായൊരു ചോദ്യം ചോദിച്ചു. ആ ഒരൊറ്റ ചോദ്യം വിവേകിന്റെ ചിന്തകളെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. ഈ അവസ്ഥയ്ക്കുള്ള പരിഹാരം വളരെ ലളിതമായൊരു തത്വത്തിൽ നിന്നാണ്. പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യ മുന്നോട്ട് വെച്ച ആത്മനിർമ്മാണം. ഇതിന്റെ അർത്ഥം ഇത്രയേയുള്ളൂ: ലോകത്തെ നന്നാക്കാൻ പോകുന്നതിനു മുൻപ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നിർമ്മിച്ചെടുക്കണം. ഈ രണ്ട് ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒരു വശത്ത് ആത്മവിസ്മൃതി, അതായത് എന്തോ ഒരു നിർബന്ധം പോലെ, ഒരു ത്യാഗം പോലെ നമ്മൾ ചെയ്യുന്നു. അവസാനം കിട്ടുന്നത് ശൂന്യത മാത്രം. എന്നാൽ മറുവശത്ത് ആത്മനിർമ്മാണം. അവിടെ സേവനം ഒരു സന്തോഷമാണ്, അതൊരു ദാനമാണ്. ഫലമോ മനസ്സമാധാനവും. ഈ ആശയം നമ്മുടെ മനസ്സിലങ്ങ് ഉറപ്പിക്കണം. സേവനമെന്ന് പറയുന്നത് നമ്മളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ബലിയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കുന്നൊരു ദാനമാണ്. സ്വന്തം കയ്യിൽ ഒന്നുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ദാനം ചെയ്യാൻ കഴിയുക? ശരി, ഈ ഫിലോസോഫിയൊക്കെ കൊള്ളാം. പക്ഷെ എങ്ങനെയാണിത് പ്രാവർത്തികമാക്കുക? നമുക്ക് ചില പ്രായോഗികമായ വഴികളിലേക്ക് കടക്കാം. ഈ മാറ്റം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് നോക്കാം. അപ്പോൾ വിവേക് തന്റെ ജീവിതത്തിൽ നടപ്പിലാക്കിയത് ഈ 3 കാര്യങ്ങളാണ്. 1. തന്റെ എനർജി എവിടെയാണ് പോകുന്നതെന്ന് അവൻ കൃത്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങി. 2. അനാവശ്യമായ ആവശ്യങ്ങളോട് മുഖത്തു നോക്കി ഇല്ല എന്ന് പറയാൻ പഠിച്ചു. 3. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു 30 മിനിറ്റ്, അത് വായനയോ ധ്യാനമോ എന്തുമാകട്ടെ, അവനു വേണ്ടി മാത്രം മാറ്റിവെച്ചു. ചില അതിരുകൾ വയ്ക്കുന്നത് ധൈര്യത്തിന്റെ ലക്ഷണമാണ്. മറ്റുള്ളവരോട് യെസ് പറയുന്നതിനു മുൻപ് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു യെസ് പറയാൻ കഴിയണം. അപ്പോൾ മാത്രമേ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സഹായത്തിന് യഥാർത്ഥത്തിലൊരു വിലയുണ്ടാകൂ. നമ്മുടെ ഉള്ളിലെ ഊർജ്ജം ഒരു പാത്രം പോലെയാണെന്ന് സങ്കൽപ്പിക്കുക. എല്ലാ ദിവസവും അത് കുറച്ചെങ്കിലും നിറച്ചുകൊണ്ടിരിക്കണം. ചിട്ടയായ പരിശീലനവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതുമാണ് നമ്മുടെ ഈ കാണാൻ കഴിയാത്ത ഊർജ്ജത്തിന്റെ ഉറവിടം. ശരി, ഇനി നമുക്ക് ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. വിവേകിന്റെ ജീവിതത്തിൽ വന്ന ആ പൂർണ്ണമായ മാറ്റം എന്തായിരുന്നുവെന്ന് കാണാം. ഫലം ശരിക്കും അതിശയകരമായിരുന്നു. വിവേക് ഇപ്പോഴും ഒരു മികച്ച നേതാവ് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അവന്റെ മുഖത്ത് ആ ക്ഷീണമില്ല. പകരം ശാന്തതയും സംതൃപ്തിയുമുണ്ട്. അവന്റെ സേവനം ഇപ്പോൾ ഒരു ഭാരമല്ല, മറിച്ച് അവന്റെ ഉള്ളിലെ സന്തോഷത്തിന്റെ ഒരു പ്രകടനമാണ്. നമ്മൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ഇതാണ്: മറ്റൊരാളെ സഹായിക്കാൻ പോകുന്നതിനു മുൻപ് ആദ്യം സ്വയം നിറയ്ക്കുക. ഇത് സ്വാർത്ഥതയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് പറയണം, ഇതല്ല സ്വാർത്ഥത, ഇത് ശരിയായ സേവനം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. ഇത് പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്. നാളെയല്ല, ഇന്ന് തന്നെ തുടങ്ങണം. നിങ്ങൾക്കായി കണ്ടെത്തുന്ന ആ ഒരു ചെറിയ സമയം, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. എപ്പോഴും ഓർക്കുക, നിറഞ്ഞ ഒരു വിളക്കിന് മാത്രമേ ചുറ്റും പ്രകാശം പരത്താൻ കഴിയൂ. അതുകൊണ്ട് ആദ്യം വേണ്ടത് സ്വയം തിരിച്ചറിയലാണ്, നിങ്ങളുടെ വിളക്ക് നിറയ്ക്കലാണ്. ശരി,
അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് ഓർത്തെടുക്കാം. വെളിച്ചത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ ഒരു സംഗ്രഹം. ഒന്നാമതായി പ്രശ്നമെന്താണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ചെയ്യുന്നത് സേവനമാണോ അതോ സ്വയം മറന്നുകൊണ്ടുള്ള ഒരു ഓട്ടമാണോ? ഓർക്കുക, നിങ്ങളുടെ മാനസിക ഊർജ്ജമാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. അത് സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. രണ്ടാമതായി, ഈ അടിസ്ഥാന തത്വം മനസ്സിലുറപ്പിക്കുക. ഇല്ലാത്തത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തെ മാറ്റാനിറങ്ങുന്നതിനു മുൻപ് സ്വയം മാറുക. നിങ്ങളുടെ കാഴ്ചപ്പാട് ഒരു ത്യാഗത്തിൽ നിന്ന് സന്തോഷത്തോടെ കൊടുക്കുന്ന ഒന്നിലേക്ക് മാറ്റുക. മൂന്നാമതായി, പ്രായോഗികമായ വഴികൾ. നിങ്ങളുടെ എനർജിക്ക് പ്രാധാന്യം കൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് നോ എന്നു പറയാൻ പഠിക്കുക. എല്ലാ ദിവസവും നിങ്ങൾക്കായി കുറച്ച് സമയം കണ്ടെത്തുക. ഇതോടെ സേവനം എന്നത് നിങ്ങളെ തളർത്തുന്നൊരു ഭാരമല്ലാതായി മാറും. അപ്പോൾ നിങ്ങളുടെ ദൗത്യം ഇപ്പോൾ വ്യക്തമാണ്. ഒരിക്കലും കെടാത്ത പ്രകാശം പരത്താൻ കഴിവുള്ള എണ്ണ നിറഞ്ഞൊരു വിളക്കായി മാറുക. അതിനായുള്ള ആദ്യത്തെ സ്റ്റെപ്പ് ഇന്ന് തന്നെ വെക്കണം. പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ വിളക്ക് നിറയ്ക്കാൻ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു?